ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. കയ്പമംഗലം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാചകവാതക ക്ഷാമത്തിനെതിരെ അടുപ്പുകൂട്ടി സമരം നടത്തി. 3 പീടിക സെന്ററിൽ നടത്തിയ സമരം കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് രാജ്യത്തുടനീളം പാചകവാതകക്ഷാമം അതിരൂക്ഷമായി ഇരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെയും പിടിപ്പേട് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്തരത്തിൽ നമ്മളെല്ലാവരും എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രതിസന്ധി നമ്മുടെ UPS സർക്കാർ ഭരിക്കുന്ന സമയത്ത് 400 രൂപയാണ് ഗ്യാസിന് വിലയായിരുന്നത്. ഇന്ന് നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 മടങ്ങ് രൂപയാണ് ഇന്നത്തെ ഗ്യാസിൻ്റെ. നമുക്കറിയാം, അക്കാലത്ത് UPS സർക്കാർ ഭരിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ BJP സർക്കാരും സംസ്ഥാന സർക്കാരും റോഡുകളിൽ അടുപ്പുകൂട്ടി സമരം നടത്തുകയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവരെവിടെ പോയി? ഇന്ന് BJPക്കാരും പിണറായി സർക്കാരും ഇന്ന് എവിടെ പോയി? നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ന് ഗ്യാസിൻ്റെ വില ഇന്ന് എവിടെ പോയി? പല ചെറിയ ചെറിയ കടകളും ഹോട്ടലുകളും ഇന്ന് അടച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. നമുക്കറിയാം. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീല വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. എന്ന് പറയുമ്പോൾ ആ വീടിൻ്റെ ശിരവും വിളക്കുമെല്ലാം ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് അടപ്പ് വെച്ച് പോയിട്ട് കത്തിച്ച് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. തീക്കുട്ടി കത്തിച്ച് അങ്ങനത്തെ ഒരു സമയവും സന്ദർഭങ്ങളും നമുക്ക് കഴിഞ്ഞുപോയി. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഗ്യാസ് നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഉപയോഗ സാധനമാണ് നമ്മൾക്ക് ഗ്യാസ്. ആ ഗ്യാസിന് നമ്മളെ കേന്ദ്ര ഗവൺമെൻറ് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് യുദ്ധം ചെയ്തു. ഗൾഫ് രാജ്യത്തിൽ യുദ്ധം തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ കേരളത്തിലും ഇന്ത്യ രാജ്യത്തിലും ഗ്യാസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ആ ഗ്യാസ് സ്റ്റോപ്പ് ചെയ്തെങ്കിൽ അതെന്തുകൊണ്ട്? അത് ഞങ്ങൾക്കറിയണം. ഞങ്ങൾക്ക് ഓരോ കുടുംബത്തിനും ഓരോ വീട്ടിലേക്കും ഞങ്ങൾക്ക് ഗ്യാസ് അത്യാവശ്യമാണ്. ആ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് അടപ്പുകൂട്ടി സമരം ഇവിടെ ചെയ്യുകയാണ്. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ഇതൊക്കെ മറ്റ് ഭരണകക്ഷികൾക്ക് ഇതൊക്കെ മറന്നു പോവുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രചരണത്തിന് നടക്കുക, രാജ്യവുമായി പ്രചരണത്തിന് നടക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രി. അദ്ദേഹം ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് റോഡ് ഷോ നടത്തുന്നത്. ഒരു പേരിനൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയെന്ന് പറഞ്ഞു. ഇതൊരു അടിസ്ഥാനമായിട്ട് കണ്ടു വേണ്ടേ? യുദ്ധം തുടങ്ങി അന്ന് മുതൽ ഗ്യാസ്. DCC ജനറൽ സെക്രട്ടറി CJ പോൾസൺ, മഹിളാ കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് ഷീബ സതീഷ്, പഞ്ചായത്ത് അംഗം മണി ഉല്ലാസ്, നേതാക്കളായ സുധാകരൻ മണപ്പാട്ട്, CP അനിൽ, പ്രവിത ഉണ്ണികൃഷ്ണൻ, CK മജീദ്, ഷംസുദ്ദീൻ, ഹിദായത്തുള്ള, മഹിളാ കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം പ്രസിഡന്റ് റുബീന നാസർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല ശാന്തൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസും അതുപോലെ തന്നെ ഇവിടെ UDF-ഉമാണ് ശക്തമായ സമര പരിപാടികളായിട്ട് മുന്നോട്ട് വന്നത്. ഇന്നത്തെ യുദ്ധ സാഹചര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന രാഹുൽ ഗാന്ധി ശക്തമായ നടപടികൾ എടുക്കണം. ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയമായിട്ടുള്ള ഗ്യാസിൻ്റെ ലഭ്യതയും പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയും കൃത്യമായിട്ട് പുനഃസ്ഥാപിക്കുന്ന കൃത്യമായിട്ട് വിലയിരുത്തണമെന്ന് പറഞ്ഞ് പാർലമെൻറ്റും പുറത്തും ശക്തമായ പ്രക്ഷോഭണങ്ങൾ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നപ്പോൾ അതിനെല്ലാം മുഖം തിരിക്കുന്ന ഒരു പ്രശ്നമില്ല, ഗ്യാസും പെട്രോളും ഒന്നെല്ലാം സുഖമായിട്ട് ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി യുദ്ധം ഒരാഴ്ച പിന്നിടുമ്പോൾ പോലും ഇവിടുത്തെ ഹോട്ടലുകൾ നിരവധി ആയിരക്കണക്കിന് ഹോട്ടലുകൾ അതിന് തൊഴിലാളികളൊക്കെ തൊഴിലില്ലാത്ത അവസ്ഥയിലേക്ക് പോയി.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം.